തീർച്ചയായും അത് തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ആ രീതിയിൽ പാലക്കാടിന്റെ ഹൃദയത്തിലേറാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഒരു നമുക്ക് പ്രധാനമായും പറയാൻ കഴിയുന്നത്. വലിയ തോതിൽ സ്വീകാര്യത കിട്ടിയിരിക്കുന്നു. ആ സ്വീകാര്യത തന്നെയാണ് എല്ലായിടങ്ങളിലും അനുഭവപ്പെടുന്നത്. എല്ലായിടങ്ങളിലും നേരത്തെ സരിൻ തന്നെ പറഞ്ഞതുപോലെ പ്രചരണത്തിനെത്തുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കുള്ളൊരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ച് പോവുകയാണ്. ഇപ്പോൾ നേതാക്കളൊക്കെ ടി.വി. രാജേഷിനെ കാണാം, എ റഹീമിനെ കാണാം, എല്ലാവരും നമ്മളോട് സംസാരിച്ചതാണ്. ഇത് ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാനം മിനിറ്റ് അസാധ്യമായ ആവേശമാണല്ലോ കാണുന്നത്. അതിഗംഭീരമായ ആവേശമാണ്. മറ്റൊരു മണ്ഡലത്തിലും കാണാത്തത്ര ആവേശമാണ് ഇവിടെ കാണുന്നത്. ആദ്യ ദിവസത്തെ റോഡ് ഷോയിൽ മുതൽ ഇദ്ദേഹം സരിൻ ഉണ്ടാക്കി വെച്ച ടെമ്പോ ഈ ലാസ്റ്റ് മുമ്പ് വരെ കീപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ മികവുണ്ടായിരുന്നു. അത് ജെന്യൂനായി വന്ന മികവാണ്. ആ മികവായതുകൊണ്ടാണ് എല്ലാവരും പ്രതീക്ഷിച്ച പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട്ടിന് കിട്ടാത്ത രാഷ്ട്രീയ പ്രാധാന്യം, വാർത്താ പ്രാധാന്യം പാലക്കാട് കിട്ടിയത്. യഥാർത്ഥത്തിൽ പ്രിയങ്കയുടെ കന്നി മത്സരത്തിന് വയനാട് ലഭിക്കേണ്ടിയിരുന്ന വാർത്താ പ്രാധാന്യത്തെ പാലക്കാട്ടേക്ക് മാറ്റിയത് പാലക്കാടൻ കാറ്റല്ല, സരിൻ കാറ്റാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു പാലക്കാടിന്റെ പൾസ്. നമ്മള് ആദ്യം അത് നമുക്ക് കാണാനുണ്ടെന്നേ, എല്ലാറ്റിലും കാണാൻ വേണ്ടി കഴിയും. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാടിന് കിട്ടാത്ത വാർത്താ പ്രാധാന്യം എന്തുകൊണ്ട് ഇവിടെയായി? എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെയും പ്രധാന പരിപാടികളുടെയും എല്ലാ കേന്ദ്രം ഇവിടെയായല്ലോ. ഈ നമ്മളെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവവികാസങ്ങളാണ് ഇതിനിടയിൽ പാലക്കാട് കടന്നു പോയത്. കള്ളപ്പണത്തിന്റെ വിഷയം, വ്യക്തിപരമായ ആക്ഷേപങ്ങൾ UDF ക്യാമ്പിൽ നിന്നൊക്കെ വന്നത്. ഇതിനിടയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കൃത്യമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ LDF-ന് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടല്ലോ. അതായത് കേരളത്തിന്റെ കമ്മ്യൂണൽ ഹാർമണി വളരെ പ്രധാനപ്പെട്ടതാണ്. സാമുദായിക സ്പർദ്ധ വളർത്തുന്ന ശക്തികളെ ചാരത്തു നിർത്തിയാണ് ഇവിടെ UDF ഇത്തവണ വോട്ട് തേടുന്നത്. അത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്തുണയോടുകൂടി അത് ചെയ്യുകയാണ്. കോൺഗ്രസിലെ പ്രബലരായ രാഷ്ട്രീയ നേതാക്കളെയെല്ലാം മാറ്റി നിർത്തി ശ്രീ VD സതീശനും അദ്ദേഹത്തിൻ്റെ കുറച്ച് സിൽബന്ധികൾ, VD സതീശൻ ആൻഡ് കമ്പനി, മുസ്ലിം ലീഗിൻ്റെ കൂടി സഹായത്തോടു കൂടി ഇവിടെ ചില തെറ്റായ പ്രവണതകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അത് ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള സംവിധാനങ്ങളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരികയാണ്. അല്ല, ഒരു പ്രശ്നം, അത് മുഖ്യമന്ത്രി തുറന്നു കാട്ടിയപ്പോൾ ആ വിമർശനത്തെ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സത്യം പറയുമ്പോഴെപ്പോഴും അങ്ങനെയാണല്ലോ. മുമ്പ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമാണ് ഹാഗിയ സോഫിയ വിഷയത്തിൽ ഇതേ തങ്ങൾ തന്നെ അന്നൊരു ലേഖനം എഴുതിയത്. അപ്പോൾ അന്ന് ശക്തമായി ഞങ്ങളതിനെ തുറന്നു കാണിച്ചിരുന്നു. ഇതൊക്കെ സാമുദായിക സ്പർദ്ധ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമവും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. അപ്പോൾ പരാജയ ഭീതിയിൽ കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ട്രയൽ റണ്ണാണ്. ഇവിടെ ഈ ട്രയൽ റൺ വിജയിച്ചാൽ വരും തിരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ചും വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനെല്ലാം തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും അവരുടെ സഖ്യകക്ഷിയായി തന്നെ മാറ്റുന്ന നിലയിലേക്ക് UDF മാറും. അത് കേരളത്തിലുണ്ടാക്കുന്ന വലിയ അപകടമാണ്. അപ്പോൾ ജനം ചിന്തിക്കേണ്ടത് പാലക്കാട് മതനിരപേക്ഷതയുടെ കൊടിയടയാളമാണ് ഇവിടെ പാറിപ്പറക്കേണ്ടത്. ഇന്ന് കലാശക്കൊട്ടാണ്. 23 ഫലം വരുമ്പോൾ ഇവിടെ BJP ജയിച്ചാലും വർഗീയതയുടെ ശബ്ദമാണ്, ഇപ്പുറത്ത് ജയിച്ചാലും SDPIയുടെ ആഹ്ലാദ പ്രകടനമാണ് കാണേണ്ടി വരുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്ലാദ പ്രകടനമാണ് കാണേണ്ടി വരുന്നത്. അപ്പോൾ മതനിരപേക്ഷതയുടെ ആഹ്ലാദ പ്രകടനം കാണണമെങ്കിൽ 23 ഡോക്ടർ സരിനെ വിജയിപ്പിക്കേണ്ടത് ആവശ്യകതയായി വന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ A റഹീമാണ്, MP ആണ് നമ്മളോട് സംസാരിച്ചത്.